ഞാൻ ഈ പെർഫ്യൂമൊക്കെ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ് കിട്ടിയ ഒരു പെർഫ്യൂമാണ് അർമാഫിന്റെ ക്ലബ് ഡെ നോ ഇന്റൻസ് ED. ഞാൻ ഈ പെർഫ്യൂം യൂസ് ചെയ്തതിന് ശേഷം കുറെ എന്റെ ഫ്രണ്ട്സ് യൂസ് ചെയ്ത പെർഫ്യൂം എന്നുള്ളത് ലാസ്റ്റ് എല്ലാവരും ഈ പെർഫ്യൂമായി ഞാൻ അതോടുകൂടി ഈ പരിപാടി നിർത്തി. വെർഷൻസ് ഒക്കെ കുറെ ഇറങ്ങിയിട്ടുണ്ട്. അർമാഫ് EDP ലിമിറ്റഡ് എഡിഷൻ, അങ്ങനെ കുറെ നല്ല കോംപ്ലിമെന്റ് ഉള്ളതാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചൊരു പെർഫ്യൂമാണ് എസ്കാലോ. കുറെ പേര് എന്നോട് ചോദിച്ചു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ്. ഈ സമ്മറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഐറ്റം പത്രാജിന്റെ കറൂസ് ബ്ലൂ സ്പൈസ്. നമ്മുടെ ലൂയി വിട്ടൺ ഇമാജിനേഷന്റെ ഇൻസ്പയർഡ് ആണ്. ഓഫീസിലേക്കൊക്കെ പറ്റിയ ഒരു മച്വേർഡ് സ്മെല്ലാണ്. നല്ല ടീ, ജിഞ്ചർ, ലെമൺ വൈബ്. ഇത് നല്ലൊരു പെർഫ്യൂമാണ്. പെർഫോമൻസ് ഒക്കെ ഒരു ആവറേജ് പെർഫോമൻസ് ഉള്ളൂ. ഊത് ഇഷ്ടപ്പെടാത്ത ആളുകൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു പെർഫ്യൂമാണ് സ്വിസ് അറേബ്യന്റെ ഷഗഫ് ഊത്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള, ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഊത് വാനിലൊക്കെ ചേർന്നുള്ള നല്ലൊരു പെർഫ്യൂമാണ്. നല്ല ഒരു സെഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്മെല്ല്, നല്ല രസമുള്ള പെർഫ്യൂമാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് ആദ്യം ഇഷ്ടപ്പെടാതിരിക്കുകയും പിന്നീട് പലപ്പോഴേ അടിച്ചടിച്ച് ഇഷ്ടപ്പെടുകയും ചെയ്തൊരു പെർഫ്യൂമാണ് അൽ മാജിദ് ഊദിന്റെ നോയർ എന്ന. ഇത് ഞാൻ ആദ്യം വാങ്ങിയ സമയത്ത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇതിന്റെ റിവ്യൂ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ കുറെ നാളായിട്ട് പലപ്പോഴായിട്ട് അടിച്ച് ഈ പെർഫ്യൂം ഇപ്പം എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഡിഫറെന്റ് ആയിട്ടുള്ള സ്മെല്ല് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ് അഹമ്മദ് അൽ മഗ്രിബിയുടെ. ബഡ്ജറ്റും കുറവാണ്, നല്ല പെർഫോമൻസ് ആണ്, നല്ലൊരു സ്മെല്ലാണ്, കുറച്ച് ഡിഫറെന്റ് ആണ്. ഒരു ജാസ്മിൻ, ഒലിബനം, ലെതറൊക്കെ ചേർന്നുള്ള നല്ലൊരു പെർഫ്യൂമാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള സംശയമാണ്. ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത പെർഫ്യൂമാണ് ക്ലബ് ഡെ നോ ഇന്റൻസ് മൈൽ സ്റ്റോൺ. ഇത് ഞാൻ ബ്ലൈൻഡ് ബൈ ആയിട്ട് വാങ്ങിയൊരു പെർഫ്യൂമാണ്. അന്ന് വാങ്ങിയ ഇതേപോലെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഒരു നിലയ്ക്കും ഇഷ്ടപ്പെടാത്തൊരു പെർഫ്യൂം. നിങ്ങൾ ഈ പെർഫ്യൂം ഒക്കെ വാങ്ങുന്ന ആളുകൾ ബ്ലൈൻഡ് ബൈ ആയിട്ട് പെർഫ്യൂമുകൾ വാങ്ങരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം വാങ്ങുക. ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള അഭിരുചികളാണ്.